ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ നാം സമ്പാദിച്ചു കൂട്ടുന്ന വസ്തുക്കളൊന്നും തന്നെ നമുക്ക് അത്യധികമായ സുഖത്തെ തരുന്നില്ല എന്ന് വളരെ വൈകിയേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനാൽ നാം നേടേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയാണ്. മനസ്വസ്ഥതയും ആനന്ദ. മനസ്സിൽ പ്രശ്നങ്ങളില്ലെങ്കിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നാനാതരത്തിലുള്ള പ്രശ്നനിർഭരമായ സംഗതികൾ നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ അത് പരമമായ സുഖമാണ്. മാത്രമല്ല, മനസ്സ് താൻ എവിടെ നിന്നാണോ വന്നത് ആ ഉൽപ്പത്തി സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ സുഖം നമുക്ക് അനുഭവമാവുക. മനസ്സാണെങ്കിലോ ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകി ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിൽ ഭ്രമിച്ച് അവ സത്യമാണെന്ന് ധരിച്ച് അവയുടെ ലഭ്യതയ്ക്കായി അനവരതം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കവി പറയുകയാണ്, ഭോഗധനാദികളൊന്നും സൗഖ്യതമാകില്ലെന്ന് വരുമ്പോൾ പാവം മാനുഷനാധിമുഴുത്തും ഭോഗവിരക്തിയിലെത്തും. ഇതൊരു പരമസത്യമാണ്. ഈ സുഭാഷിതം നിരന്തരം നമ്മൾ മനനം ചെയ്ത് എപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വിഷയങ്ങളുടെ പിന്നാലെ ഓടുന്നുവോ അപ്പോഴെല്ലാം അതിനെ കടിഞ്ഞാണിടാനുള്ള ഒരു കടിഞ്ഞാണാണ് വാസ്തവത്തിൽ ഇത്തരം ചിന്തകൾ. എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നതോ അതൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ നാം ഉപേക്ഷിക്കുക തന്നെ വേണം. അത്യാവശ്യമായവ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കാവൂ. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ഇങ്ങനെ 3 എണ്ണമുണ്ട്. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. അതിൽ അനാവശ്യം നമ്മൾ പാടേ ഉപേക്ഷിക്കണം. പക്ഷേ നമ്മുടെ മനസ്സാകട്ടെ അനാവശ്യങ്ങളെയൊക്കെ ആവശ്യങ്ങളാക്കി മാറ്റി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ആവശ്യമെന്ന് തോന്നുന്നവയുടെ പുറകെയാണ് ഓടി നമ്മുടെ ആയുഷ്കാലത്തിൽ അധികവും നഷ്ടമാക്കുന്നത്. എന്നാൽ അത്യാവശ്യം എന്താണ്? അത്യാവശ്യമായിരിക്കുന്നത് ഈ ദേഹത്തിൻ്റെ സംരക്ഷണം. എന്തിനാണ് ഈ ദേഹം നമുക്ക് തന്നിരിക്കുന്നത്? ഇതിനകത്തിരിക്കുന്ന ദേഹി ആരാണെന്ന സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും നിലനിൽക്കാത്ത, അസത്തായിരിക്കുന്ന, ജഡമായിരിക്കുന്ന ശരീരമല്ല നാം ആരും തന്നെ. ഈ ശരീരത്തിൽ ജഡമെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നാം ആരാണെന്ന സത്യം നമുക്ക് ബോധ്യം വരും. അപ്പോഴാണ് നമ്മുടെ സഹജമായ പ്രകൃതം എന്താണോ അത് നമുക്ക് അനുഭവവേദ്യമാവുക. പക്ഷേ അത് മറന്ന് നാം ഈ വിഷയങ്ങളുടെ പിന്നാലെ പോയി ലോകമാണ് സുഖപ്രദം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതാണ് ഭോഗധനാദികളൊന്നും സൗഖ്യദം ആകില്ലെന്ന് വരുമ്പോൾ. ഈ ഭോഗങ്ങളും ധനങ്ങളും നാം ഇന്ദ്രിയങ്ങളിൽ കൂടി അനുഭവിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ, അവയിലൊന്നാണ് ധനം. ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള, അതിനുവേണ്ടി നാം ഈ ഭോഗവസ്തുക്കളെ സമ്പാദിക്കാൻ വേണ്ടിയാണ് ധനം ആർജിക്കുന്നത്. ഇതൊന്നും തന്നെ നമുക്ക് സുഖദം ആവില്ല, സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നത് ആവില്ല എന്നേ വൈകിയേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ മനസ്സിലാവുമ്പോൾ പാവം മാനുഷരാധിമുഴുത്തും ഭോഗവിരക്തിയിലെത്തും. അപ്പോൾ മനുഷ്യൻ വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തുമ്പോൾ താൻ നേടിയവയൊന്നും തന്നെ തനിക്ക് സൗഖ്യദം അല്ലെങ്കിൽ സുഖപ്രദം അല്ലെന്ന് ബോധ്യം വരുമ്പോൾ ഇഷ്ടപ്പെടാതെ ഭോഗങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു. മധുരം നല്ല ഇഷ്ടമാണ്, പക്ഷേ പ്രമേഹ രോഗം വന്നു, മധുരം കഴിക്കാനേ പാടില്ല എന്ന് വരുന്നു. അപ്പോൾ ആ മധുരത്തെ ഇഷ്ടപ്പെട്ടിട്ടല്ലെങ്കിലും മധുരത്തിനോട് വിരക്തി വരുന്നു. എന്നാൽ അതിൻ്റെ ദൂഷ്യവശങ്ങളെ മനസ്സിലാക്കി അതാദ്യമേ നാം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ നമുക്ക് പ്രമേഹമെന്ന രോഗത്തിന് നാം അടിമയാവില്ലായിരുന്നു.
നമ്മളിൽ പലരും ഈ ഭോഗങ്ങൾ അമിതമായി നാം ഭുജിക്കുമ്പോൾ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് ഇല്ലാതെ വരുമ്പോഴാണ് അവയവങ്ങൾ ഓരോന്നോരോന്നായി പണിമുടക്കുന്നത്. ആ പണിമുടക്കുകളാണ് നമുക്ക് രോഗരൂപത്തിൽ പ്രകടമാകുന്നത്. അത് അണിലെ പാവം മാനുഷനാധിമുഴുത്തും ദുഃഖം വർദ്ധിച്ചുകൊണ്ട് പാവം മനുഷ്യൻ എന്തറിഞ്ഞു ഭോഗവിരക്തിയിലെത്തും. അപ്പം ഈ ഭോഗങ്ങളിലൊക്കെ ഒരു വിരക്തി വരും. പക്ഷേ തൻ്റെ മനസ്സിൽ അവയോടുള്ള ആസക്തിയുണ്ട്. ഇപ്പം തൽക്കാലം അതിനേക്കാൾ ദുഃഖതം ആയതുകൊണ്ട് ഈ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി മാത്രം ഒരു വിരക്തിയാണ്. ഈ വിരക്തി നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ നാം എന്നും ഏറ്റവും പരമപ്രധാനമായത് ആരോഗ്യമാണ്. ആ ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കുമായിരുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുമുള്ളൂ. ആരോഗ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് ആരോഗ്യമുള്ള ഒരു ബുദ്ധിയും. അങ്ങനെ ബുദ്ധിയും മനസ്സും ശരീരവും ഒരേപോലെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ആത്മോന്മുഖമായി നമുക്ക് തിരിയാൻ സാധിക്കുകയുള്ളൂ. നാം 3 ഡിസ്കുകൾ വെച്ച് അതിൻ്റെ അറ്റത്ത് 3 ഡിസ്കിലും ഒരേ അളവിൽ ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കി ആ ദ്വാരത്തിൻ്റെ 3ാമത്തെ ഡിസ്കിൻ്റെ അപ്പുറത്ത് നാം ഒരു വിളക്കും കത്തിച്ച് വെച്ചിരിക്കുന്നു. 1ാമത്തെ ഡിസ്കിൽ നിന്നിൻ്റെ ആ ദ്വാരത്തിലൂടെ നോക്കിയാൽ നമുക്ക് നേരിട്ട് ആ ദീപത്തെ കാണാൻ സാധിക്കും. എന്നാൽ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ഡിസ്ക് മാറിക്കഴിഞ്ഞാൽ ആ പ്രകാശം കാണാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ആ ദ്വാരം നേർരേഖയിലായെങ്കിൽ മാത്രമേ വെളിച്ചം കാണാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് വികടമായാൽ അത് നമുക്ക് ദർശിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് നാം ജീവനാകുന്ന നാം ഓരോരുത്തർക്കും ആത്മാവാകുന്ന ദൈവത്തെ കാണാൻ 3 ഡിസ്കുകൾ മറച്ചു വെച്ചിരിക്കുന്നു. ഒന്ന് നമ്മുടെ ബുദ്ധി, 2ാമത്തേത് മനസ്സ്, ഏറ്റവും ഭാഗത്തുള്ളത് ശരീരം, മനസ്സ്, ബുദ്ധി. ഈ 3 ഡിസ്കുകൾ പരസ്പര പൂരകവും അത് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ശരീരത്തിനനുസരിച്ച് മനസ്സും, മനസ്സിനനുസരിച്ച് ശരീരവും, ശരീരത്തിനും മനസ്സിനും അനുസരിച്ച് ബുദ്ധിയും പ്രവർത്തിക്കുമ്പോൾ, അത് ഏകോപിക്കുമ്പോൾ മാത്രമേ ആത്മദർശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആത്മാവായിരിക്കുന്ന ആ പ്രകാശത്തെ നമുക്ക് കാണണമെങ്കിൽ ജീവൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ആ 3 ഡിസ്കുകളും അതിൻ്റെ ദ്വാരം ഒരേപോലെയാവണം. അതുപോലെ ശരീരത്തിന് ആരോഗ്യം വേണം, മനസ്സിൽ ആധിയില്ലാതിരിക്കണം, ബുദ്ധി തെളിഞ്ഞതായിരിക്കണം, ബുദ്ധിഭ്രമം ഉണ്ടാവരുത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ സത്യം ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഭോഗധനാദികളൊന്നും സൗഖ്യതമാകില്ലെന്ന് വരുമ്പോൾ പാവം മനുഷ്യനാധിമുഴുത്തും ഭോഗവിരക്തിയിലെത്തും.